ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 45 ദശകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് 46ാമത്തെ ദശകമാണ് ചൊല്ലാനുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൽ 36ാമത്തെ ദശകം തൊട്ട് 45ാമത്തെ ദശകം വരെയുള്ള ഒന്നിച്ചുള്ള പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് 46ാമത്തെ ദശകം ചൊല്ലാം. 46ാമത്തെ ദശകം ഉണ്ണികൃഷ്ണൻ്റെ വായിൽ യശോദാമ്മ ഈ പ്രപഞ്ചം മുഴുവനും കണ്ട കഥയാണ് വിവരിക്കുന്നത്. ഇതിൽ ആകെ 10 ശ്ലോകങ്ങളാണുള്ളത്. അവയെല്ലാം തന്നെയും വിയോഗിനി എന്ന വൃത്തത്തിലുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചൊല്ലി തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം അയി ദേവ പുരാ കില ത്വയി സ്വയമുത്ഥാനശയേ സ്തനന്ദയേ പരിജൃംഭണതോ വ്യപാവൃതേ വദനേ വിശ്വമചഷ്ടവല്ലവീ. ഒന്നുകൂടി ചൊല്ലാം. അയി ദേവ പുരാ കില ത്വയി സ്വയമുത്ഥാനശയേ സ്തനന്ദയേ പരിജൃംഭണതോ വ്യപാവൃതേ വദനേ വിശ്വമചഷ്ടവല്ലവീ. 46ാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് യശോദാമ്മ ഉണ്ണിക്കണ്ണൻ്റെ വായിൽ ഈ പ്രപഞ്ചം മുഴുവനും സകല ചരാചരങ്ങളോട് കൂടിയിട്ടുള്ള ഈ ലോകം മുഴുവനും കാണുന്നതായിട്ടാണ്. അപ്പോൾ നമ്മളൊക്കെ കേട്ടിരിക്കുന്ന കഥ എന്ന് പറയുന്നത് യശോദാമ്മ കണ്ണൻ മണ്ണ് തിന്നു എന്ന് അറിഞ്ഞിട്ട് വായ് തുറക്കാൻ പറയും. ഉണ്ണി വായ് തുറക്കൂ എന്ന് പറഞ്ഞിട്ട് ആ വായ് തുറന്നപ്പോൾ അതിൽ കണ്ടു എന്നാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ദശകത്തിലെ ഭട്ടതിരിപ്പാട് അതിനു മുമ്പ് ഒരു പ്രാവശ്യം കൂടി യശോദാമ്മ അങ്ങനെ കണ്ണൻ്റെ വായിൽ സകല ലോകങ്ങളും കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ ഭഗവാൻ ഇങ്ങനെ അമ്മിഞ്ഞ പാല് കുടിക്കുന്ന പ്രായമാണ്. അപ്പോൾ അങ്ങനെ പാല് കുടിച്ചിട്ട് ഇങ്ങനെ മലർന്ന് കിടക്കുന്ന സമയത്ത് ഭഗവാൻ കോട്ടുവായി ഇട്ടത്രേ. ഒന്നിങ്ങനെ കോട്ടുവായി ഇട്ടു. അങ്ങനെ കോട്ടുവായി ഇട്ടപ്പോൾ വായ് ഇങ്ങനെ പിളർന്നല്ലോ. ആ സമയത്ത് ഭഗവാന്റെ വായിൽ ഈ 14 ലോകങ്ങളും സകല ചരാചരങ്ങളോട് കൂടിയിട്ടുള്ള സകല ലോകങ്ങളും ഈ ഭഗവാന്റെ വായിൽ യശോദാമ്മ കണ്ടു എന്നാണ് പറയുന്നത്, ഉണ്ണിക്കണ്ണൻ്റെ വായിൽ. അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഉണ്ണിക്കണ്ണൻ സാക്ഷാൽ ജഗന്നാഥനായിട്ടുള്ള ഭഗവാനായിട്ടുള്ള ഉണ്ണിക്കണ്ണൻ യശോദാമ്മയുടെ പാല് കുടിച്ചിട്ട് ഇങ്ങനെ മലർന്ന് കിടക്കുകയായിരുന്നു. അങ്ങനെ കിടന്ന് കണ്ണൻ കോട്ടുവായിടുകയാണ്. അപ്പോൾ കോട്ടുവായി ഇട്ടപ്പോൾ ആ വായ പിളർന്നതിൽ യശോദാമ്മ ഈ 14 ലോകങ്ങളും സകല ചരാചരങ്ങളോട് കൂടിയിട്ടുള്ള ലോകം മുഴുവനും കണ്ടു എന്നാണ് വിവരിക്കുന്നത്. ഇനി നമുക്ക് 2ാമത്തെ ശ്ലോകം ചൊല്ലാം. പുനരപ്യത ബാലകൈ സമം ത്വയി ലീലാ നിരതേ ജഗത്പതേ ഫലസഞ്ജയ വഞ്ചന കൃത തവ മൃദ്ഭോജന മൂചുരർഭഗ. ഒന്നുകൂടി ചൊല്ലാം. പുനരപ്യത ബാലകൈ സമം ത്വയി ലീലാ നിരതേ ജഗത്പതേ ബലസഞ്ജയ വഞ്ചന കൃത തവ മൃദ്ഭോജന മൂചുരർഭഗ. 2ാമത്തെ ശ്ലോകത്തിൽ ശരിക്കും നമ്മളൊക്കെ കേട്ടിട്ടുള്ള കഥകളിലെ യശോദാമ്മ മണ്ണ് തിന്നതിൻ്റെ പേരിൽ ഭഗവാനെ ശാസിക്കുമ്പോൾ വായിലിങ്ങനെ 14 ലോകങ്ങളും കാണുന്ന ആ ഒരു കഥയിലേക്ക് പോകുന്ന സന്ദർഭമാണ് വിവരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പലതരം ലീലകളാണ് അവിടെ ഗോകുലത്തിൽ കിടന്ന് ആടിയിട്ടുള്ളത്. അപ്പോൾ അതിലൊരു ലീലയാണല്ലോ കൂട്ടുകാരോടൊത്ത് കളിക്കുക എന്നുള്ളത്. അപ്പോൾ ബലരാമനും ശ്രീകൃഷ്ണനും ബാക്കിയുള്ള കൂട്ടുകാരും ഒക്കെ കൂടി ചെന്ന് ഇങ്ങനെ ആ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ കളിച്ച് തിമിർക്കുക പതിവാണ്. അപ്പോൾ അങ്ങനെ കളിക്കുന്നതിനിടയിൽ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന കായ്കനികളൊക്കെ അവരിങ്ങനെ ഭക്ഷിക്കും. എല്ലാവരും കൂടി പങ്കിട്ടെടുത്ത് കഴിക്കുന്നതും പതിവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് കൂട്ടുകാരൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ മേലെ കയറി നിന്ന് പഴങ്ങളൊക്കെ ഇങ്ങനെ പറിച്ച് താഴേക്കിട്ടു. അപ്പോൾ കണ്ണൻ താഴെ നിന്നിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് വന്ന് പങ്കിട്ട് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ കള്ളൻ എന്ത് ചെയ്തു? ആ പഴങ്ങളൊക്കെ തനിയെ ഭക്ഷിച്ചു എന്നാണ് പറയണത്. അപ്പോൾ കൂട്ടുകാർ താഴെ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ എല്ലാ പഴവും കണ്ണൻ കഴിച്ചിരിക്കുന്നു. അപ്പോൾ അവർക്ക് ദേഷ്യവും സങ്കടമൊക്കെ വന്നു. അപ്പോൾ അതിന് അവർ
ഒരു പ്രതികാരം ചെയ്യുക എന്നുള്ളതുപോലെ യശോദാമ്മയോട് പോയി ചെന്ന് പറഞ്ഞു, കണ്ണൻ മണ്ണ് വാരി തിന്നു എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഭഗവാന് കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ മണ്ണ് തിന്നുന്ന സ്വഭാവം ഉള്ളതായിരിക്കും അല്ലേ. ഇന്നത്തെ കുട്ടികളാണ്, നമുക്കിപ്പോൾ അങ്ങനെയുള്ള മുറ്റങ്ങളൊന്നുമില്ല, മുറ്റങ്ങളൊക്കെ ടൈലിട്ട മുറ്റങ്ങളാണ്. മണ്ണ് വാരി തിന്നാനുള്ള സാഹചര്യം ഇന്നത്തെ കുട്ടികൾക്ക് അധികം കിട്ടുന്നില്ല. പക്ഷെ പണ്ടൊക്കെ കുട്ടികളും ഒരിക്കലെങ്കിലും മണ്ണിൻ്റെ രുചി അറിയാത്തവരുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ പണ്ടൊക്കെ നമ്മൾ മണ്ണ് വാരി ടേസ്റ്റെങ്കിലും നോക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ കണ്ണനും മണ്ണ് വാരി തിന്നുന്ന സ്വഭാവവും ഉണ്ട്. അപ്പോൾ അത് കുട്ടികൾ എന്ത് ചെയ്തു? അപ്പോൾ പറഞ്ഞു കൊടുത്തില്ല, പക്ഷേ ഇങ്ങനെ കായ്കനികളൊക്കെ പറിച്ച് അത് ഭഗവാൻ കൊടുക്കാതെ അവരെ പറ്റിച്ച് തനിയെ കഴിച്ചപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ യശോദാമ്മയോട് ചെന്ന് എന്ത് പറഞ്ഞു? യശോദാമ്മേ, ഇതാ കണ്ണൻ മണ്ണ് തിന്നുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തു. മണ്ണ് തിന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ രണ്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. കണ്ണനും ബലരാമനും കുട്ടികളും ഒക്കെ കൂടി ഇങ്ങനെ കളിച്ച് തിമിർത്ത് നടക്കുക പതിവാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കളിച്ച് നടക്കുന്ന സമയത്ത് മരത്തിൻ്റെ മേലെ കയറി പഴങ്ങളൊക്കെ പറിച്ച് താഴെയിട്ടു. അപ്പോൾ ആ പഴങ്ങളൊക്കെ, ഇവിടെ ബലസമൂഹം എന്നാണ് പറയുന്നത്, ആ പഴങ്ങളുടെ കൂട്ടമൊക്കെ ഒരുമിച്ചെടുത്ത് ഭഗവാൻ കഴിച്ചു. കൂട്ടുകാർക്കൊന്നും കൊടുത്തില്ല. അപ്പോൾ അതിൻ്റെ ദേഷ്യം വന്നിട്ട് കൂട്ടുകാരെന്ത് ചെയ്തു? യശോദാമ്മയോട് ചെന്ന് കണ്ണൻ മണ്ണ് തിന്നു എന്ന് പരാതി പറഞ്ഞു എന്നാണ് പറയുന്നത്. പറഞ്ഞു പരത്തി എന്ന് പറയുന്നുണ്ട്. അതായത് കണ്ണൻ ഇങ്ങനെ മണ്ണ് തിന്നുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു പരത്തി എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. ഐതേ പ്രളയാവതൗ വിഭോ ക്ഷിതിതോ യാധി സമസ്തഭക്ഷിണ മൃദുപാശനതോ രുജാ ഭവേദിതി ഭീത ജനനീ ചുകോപസാ. ഒന്നുകൂടി ചൊല്ലാം. ഐതേ പ്രളയാവതൗ വിഭോ ക്ഷിതിതോ യാധി സമസ്തഭക്ഷിണ മൃദുപാശനതോ രുജാ ഭവേദിതി ഭീത ജനനീ ചുകോപസാ. മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയാണ്, പ്രളയം വരുന്ന സമയത്ത് ഈ സകല ലോകങ്ങൾ മുഴുവനും ഭക്ഷിക്കുന്ന ഭഗവാന് ഈ മണ്ണ് തിന്നത് കൊണ്ട് അസുഖം വരുമോ എന്ന് യശോദാമ്മ ആലോചിച്ച് ആകുലപ്പെട്ടവളായി ഭയന്ന് നന്നേ കോപിച്ചു എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഭട്ടതിരിപ്പാട് പറഞ്ഞത്? പ്രളയം വരുമ്പോൾ, അതായത് ഒരു യുഗം അവസാനിക്കുന്ന സമയത്ത് പ്രളയം വരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ആ പ്രളയം വരുന്ന സമയത്ത് എല്ലാം വീണ്ടും തിരിച്ച് ആ ഭഗവാനിലേക്ക് തന്നെ ലയിക്കുന്നു അല്ലേ. ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാനിലേക്ക് ലയിക്കുന്നു. അപ്പോൾ അത് മുഴുവനും ഭക്ഷിക്കുന്ന, ഈ ഭൂമിയും ജലവും എല്ലാം ഭക്ഷിക്കുന്ന ഭഗവാന് ഒരല്പം മണ്ണ് തിന്നത് കൊണ്ട് എന്തെങ്കിലും അസുഖം വരുമോ എന്ന് യശോദാമ്മ ആകുലപ്പെട്ടു. അതായത് അതെത്ര നിസ്സാരമാണ്, ഭഗവാൻ അങ്ങനെ എന്തെങ്കിലും വരുമോ? ഇല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ നാഥനാണ്, ഇത് മുഴുവനും പ്രളയ സമയത്ത് ഭക്ഷിക്കുന്നവനാണ്. അങ്ങനെയുള്ള കണ്ണന് എങ്ങനെയാണ് അസുഖം വരിക? അപ്പോൾ യശോദാമ്മ അത്രയും ചെറുതായി ചിന്തിച്ചു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. പക്ഷെ അതെന്താണ്? ആ കുഞ്ഞിനോടുള്ള, ആ പുത്രനോടുള്ള വാത്സല്യമാണ് അവിടെ കാണുന്നത് അല്ലേ. അപ്പോൾ യശോദാമ്മയ്ക്ക് ആകുലപ്പെട്ടു. യശോദാമ്മ എന്താ ചെയ്യുക? കണ്ണൻ ഇങ്ങനെ മണ്ണ് തിന്നാൽ വല്ല അസുഖവും വരില്ലേ കുട്ടിക്ക് എന്നൊക്കെ ആലോചിച്ചിട്ട് ദേഷ്യം വന്നു. നമുക്കാണെങ്കിൽ അങ്ങനെയാണല്ലോ, നമ്മുടെ മക്കൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ആ കുട്ടിക്ക് അസുഖം വരുമെന്ന് ആലോചിക്കുമ്പോൾ ആദ്യം നമുക്ക് വരിക ദേഷ്യമാണ്. എന്നിട്ട് അതിൻ്റെ റിയാക്ഷൻ കാണിച്ചു കഴിഞ്ഞ ശേഷമല്ലേ നമുക്ക് ആ ഒരു ആശ്വാസമായിട്ടുള്ളൊരു രീതിയിൽ നമുക്ക് മക്കളോട് പറയാൻ തോന്നുള്ളൂ. ആദ്യം നമുക്ക് ആ ടെൻഷൻ കൊണ്ടൊരു ദേഷ്യമാണ് ഫസ്റ്റ് വരിക. അപ്പോൾ അതുപോലെ തന്നെ യശോദാമ്മയ്ക്കും കണ്ണൻ മണ്ണ് തിന്നു എന്ന് അറിഞ്ഞപ്പോൾ ആദ്യം കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വരുമോ എന്ന് ആലോചിച്ചിട്ട് അമ്മയ്ക്ക് ദേഷ്യം വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ അത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ. ഭട്ടതിരിപ്പാട് ഇവിടെ പറയുകയാണ്, പ്രളയകാലത്ത് ഈ പൃഥ്വിയും ജലവും മുഴുവനും അകത്താക്കുന്ന അല്ലെങ്കിൽ ഭക്ഷിക്കുന്ന ആ ഭഗവാന് അല്പം മണ്ണ് തിന്നത് കൊണ്ട് എന്തെങ്കിലും അസുഖം വരുമോ എന്ന് ആലോചിച്ച് യശോദാമ്മ ആകുലപ്പെട്ടു, ഭയന്നു. അങ്ങനെ ആ ഭയത്തിൽ കോപം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചൊല്ലാം. അയി ദുർവിനയാത്മകത്വയാ കിമു മൃത്സാഭതവത്സ ഭക്ഷിത ഇതി മാതൃഗിരം ചിരം വിഭോ
വിദതാം താം പ്രതിജഗ്നിഷേ ഹസൻ. ഒന്നുകൂടി ചൊല്ലാം. അയി ദുർവിനയാത്മകത്വയാ കിമു മൃത്സാബദവത്സ ഭക്ഷിത ഇതി മാതൃഗിരം ചിരം വിഭോ വിദതാം താം പ്രതിജഗ്നിഷേ ഹസൻ. നാലാമത്തെ ശ്ലോകം തുടങ്ങുന്നത് ദുർവിനയാത്മക എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ദുർവിനയാത്മക എന്ന് പറഞ്ഞാൽ വിനയമില്ലാത്തവൻ എന്നർത്ഥം. അതായത് പറഞ്ഞതനുസരിക്കാത്തവൻ. നമ്മൾ പറയില്ലേ അനുസരണക്കേട് കാണിക്കുന്നോ, കുസൃതി കുട്ട എന്നൊക്കെ പറയില്ലേ, നമ്മൾ കുറുമ്പ് കാണിക്കുക എന്നൊക്കെ പറയില്ലേ. അതുപോലെ പറഞ്ഞതനുസരിക്കാതെ, വിനയമില്ലാത്തവനായി പറഞ്ഞതനുസരിക്കാതെ മണ്ണ് വാരി തിന്നോ നീയ് എന്ന് പറഞ്ഞിട്ട് യശോദാമ്മ ഉണ്ണിക്കണ്ണനെ വഴക്ക് പറയാണ്. ദേഷ്യം വന്നിട്ട് കണ്ണനോട് ചോദിക്കുകയാണ്, നീ എത്ര പറഞ്ഞാലും കേൾക്കില്ല അല്ലേ, നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്, മണ്ണ് തിന്നാൻ പാടില്ല എന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് യശോദാമ്മ, നമ്മളെങ്ങനെയാണ് നമ്മുടെ മക്കളെ ചീത്ത പറയുക അതുപോലെ തന്നെ യശോദാമ്മ കുട്ടിയെ ചീത്ത പറയാണ്, ഉണ്ണിക്കണ്ണനെ ചീത്ത പറയാണ്. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഭഗവാൻ ഇങ്ങനെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഒരു കള്ള നോട്ടം നോക്കിയിട്ട് അമ്മയെ തന്നെ ഇങ്ങനെ നോക്കി അങ്ങനെ കള്ള ചിരിയൊക്കെ ചിരിച്ച് നിന്നിട്ട് പറഞ്ഞു, ഇല്ല ഞാൻ മണ്ണ് തിന്നിട്ടില്ല അമ്മേ എന്ന് പറഞ്ഞു. ആ വാക്കിൽ അങ്ങനെ ഉറച്ചു നിന്നു കണ്ണൻ എന്നാ പറയണത്. അതായത് ഞാൻ മണ്ണ് തിന്നിട്ടില്ല, അത് മിഥ്യാധാരണയാണ്, ഞാൻ മണ്ണ് തിന്നിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് കണ്ണൻ നിന്നു എന്നുള്ളതാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ നാലാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. അനുസരണക്കേട് കാണിച്ചതിന് യശോദാമ്മ കണ്ണനെ വഴക്ക് പറയാണ്. അനുസരണക്കേട് കാണിക്കില്ലേ ഉണ്ണി, നിന്നോട് പറഞ്ഞിട്ടില്ലേ മണ്ണ് തിന്നാൻ പാടില്ല എന്ന്, എന്നിട്ട് നീ തിന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് യശോദാമ്മ കണ്ണനെ വഴക്ക് പറയാണ്. അപ്പോൾ കണ്ണൻ ഒന്നും മിണ്ടിയില്ല. യശോദാമ്മ ഇങ്ങനെ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ ഒരു ചെറിയ ചിരി, ഒരു കള്ള ചിരിയും ചിരിച്ചിട്ട് യശോദാമ്മയുടെ മുഖത്തന്നെ ഇങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇല്ല അമ്മ, ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ഞാൻ മണ്ണ് തിന്നിട്ടില്ല, ഞാൻ മണ്ണ് തിന്നിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് കണ്ണൻ ആ വാക്കിൽ എന്നെ ഇങ്ങനെ വാശി പിടിച്ചു നിന്നു. അത് മിഥ്യയാണ്, ഞാൻ മണ്ണ് തിന്നിട്ടില്ല എന്ന് പറഞ്ഞു നിന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലാം. അയിതേ സകലൈർവിനിശ്ചിതേ വിമധിശ്ചേദ്വദനം വിതാര്യതാം ഇതി മാതൃവിഭർസിതോ മുഖം വികസത് പത്മനിഭം വ്യതാരയ. ഒന്നുകൂടി ചൊല്ലാം. അയിതേ സകലൈർവിനിശ്ചിതേ വിമധിശ്ചേദ്വദനം വിധാര്യതാം ഇതി മാതൃവിഭർസിതോ മുഖം വികസത് പത്മനിഭം വ്യതാരയ. അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് യശോദാമ്മ പറയാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞൂല്ലേ, കണ്ണൻ ചിരിച്ചുകൊണ്ട് നിന്നു, എന്നിട്ട് ഉറപ്പിച്ച് പറഞ്ഞു ഞാൻ മണ്ണ് തിന്നിട്ടേ ഇല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കണ്ണൻ. അപ്പോൾ യശോദാമ്മ അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നത്, യശോദാമ്മ കണ്ണനോട്, കണ്ണ എല്ലാവരും പറയണു നീ മണ്ണ് തിന്നുന്നു, ഒരാൾ പോലും പറയില്ല നീ മണ്ണ് തിന്നിട്ടില്ല എന്ന്. അപ്പോൾ നീ എങ്ങനെ സമർത്ഥിക്കുക മണ്ണ് തിന്നില്ല എന്ന്? അത് എനിക്കൊന്ന് അറിയണം, എനിക്ക് അതിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാവണം, ഒന്ന് വായി തുറന്നേ എന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ ചീത്ത പറയണ പോലെ തന്നെ, ശകാരിക്കണ പോലെ തന്നെ കണ്ണനോട് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പറഞ്ഞു, ആരും പറഞ്ഞിട്ടില്ല കുട്ടി മണ്ണ് തിന്നിട്ടില്ല എന്ന്. എല്ലാവരും പറഞ്ഞത് കണ്ണൻ മണ്ണ് തിന്നു എന്ന് തന്നെയാണ്. അപ്പോൾ വായൊന്ന് തുറക്കൂ, ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു യശോദാമ്മ, അത് ഉറപ്പിക്കാനായിട്ട്. അപ്പോൾ കണ്ണൻ പറയേണ്ടതിൽ എന്തോ കള്ളത്തരം ഉണ്ടെന്നാണ് യശോദാമ്മയ്ക്ക് തോന്നിയത്. അതുകൊണ്ടാണ് യശോദാമ്മ പറഞ്ഞത് വായി തുറക്കൂ, ഞാൻ കാണട്ടെ, നീ മണ്ണ് തിന്നിട്ടില്ലെങ്കിൽ അതറിയാലോ വായി തുറന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഒന്ന് വായി തുറക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൻ എന്ത് ചെയ്തു? വളരെ മനോഹരമായിട്ട് ആ പിഞ്ച് വായ ഇങ്ങനെ തുറന്നു. അപ്പോൾ അതിന് ഭട്ടതിരിപ്പാട് ഇവിടെ പറയാണ്, ഒരു താമരപ്പൂ ഇങ്ങനെ വിരിയുന്നത് പോലെ ഭഗവാന്റെ വായ ഇങ്ങനെ മെല്ലെ തുറന്ന് ചന്തത്തിൽ ഇങ്ങനെ തുറന്ന് കാണിച്ചു. ആ തുറക്കുന്നത് കാണുമ്പോൾ താമരപ്പൂ വിരിയണത് പോലെ അത്രയും മനോഹരമായിരുന്നു ആ ചുവന്ന ചുണ്ടുകൾ ഇങ്ങനെ പിളർന്ന് വായ തുറക്കുന്നത് എന്നുള്ളതാണ് ഭട്ടതിരിപ്പാട് അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. യശോദാമ്മ കണ്ണനോട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ കണ്ണാ നീ മണ്ണ് തിന്നൂന്ന്, അപ്പോൾ നീ തിന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല, എനിക്കിതിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാവണം, അപ്പോൾ നീ ഒന്ന് വായ തുറന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൻ യശോദാമ്മ പറഞ്ഞത് കേട്ടിട്ട് മനോഹരമായ ആ വായ തുറന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിനെ ഭട്ടതിരിപ്പാട് പറയുന്നത്, വളരെ ഭംഗിയുള്ള താമരപ്പൂവ് വിരിയുന്നത് പോലെ ഭഗവാൻ
ഭഗവാന്റെ വായ ഇങ്ങനെ തുറന്ന് ചുണ്ടിങ്ങനെ വിടർന്ന് വായ തുറന്ന് യശോദാമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് 5ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ നമുക്കിനി 6ാമത്തെ ശ്ലോകം മുതൽ അടുത്ത വീഡിയോയിൽ നോക്കാം. ഇന്ന് ചൊല്ലിയ 5 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. അയി ദേവ പുരാഖില ത്വയി സ്വയമുക്താനശയേ സ്തനന്ധയേ പരിജൃംഭണതോ വ്യപാവൃതേ വദനേ വിശ്വമചഷ്ടവല്ലവീ പുനരപ്യത ബാലകൈ സമം ത്വയി ലീലാനിരതേ ജഗത്പദേ ഫലസഞ്ചയ വഞ്ചനകൃത തവ മൃദ്ഭോജനമൂചുരർഭകാ അയി തേ പ്രളയാവതൗ വിഭോ ക്ഷിതിതോ യാതി സമസ്തഭക്ഷിണ മൃദുപാശനതോ രുജാ ഭവേദിതി ഭീതാ ജനനീ ചുകോപസാ അയി ദുർവിനയാത്മകത്വയാ കിമു മൃത്സാ ബദവത്സ ഭക്ഷിതാ ഇതി മാതൃഗിരം ചിരം വിഭോ വിദതാം താം പ്രതി ജഗ്നിഷേഹസൻ അയി തേ സകലൈർവിനിശ്ചിതേ വിമതിശ്ചേദ്വദനം വിദാര്യതാം ഇതി മാതൃവിഭർത്സിതോ മുഖം വികസത്പത്മനിഭം വ്യധാരയ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ നമ്മൾ 46ാമത്തെ ദശകത്തിലെ 5 ശ്ലോകങ്ങൾ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ ദീപാവലി ദിവസം ഹസ്ബൻഡ് ഇങ്ങനെ ശബരിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ചത്തെ വ്രതം എടുത്തു. ആളിപ്പോൾ 10ഓ 11ാമത്തെ വർഷമാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ദർശനം കിട്ടി എന്നുള്ളതാണ്. തിരക്കേ ഉണ്ടായിരുന്നില്ല ആ പോയ ദിവസം. രാത്രി സുഖമായിട്ട് നിന്ന് തൊഴുതു. ഫോൺ വിളിച്ച് എനിക്ക് അവിടെ ഹരിവരാസനം പാടുന്നതൊക്കെ എനിക്ക് ലൈവായിട്ട് എനിക്ക് കേൾപ്പിച്ചു തന്നു. വീഡിയോ കോളിൽ വന്ന് അവിടെയൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അത് നിങ്ങളോടും കൂടി ഒന്ന് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. വളരെയധികം സന്തോഷം തോന്നി. അയ്യപ്പസ്വാമി നല്ല ദർശനം കൊടുത്തു. അപ്പോൾ അങ്ങനെ മലയ്ക്ക് പോയി. അടുത്ത ദിവസം 21-ാം തീയതി രാത്രിയാകുമ്പോഴത്തേക്കും തിരിച്ചെത്തുകയും ചെയ്തു. അപ്പോൾ അതൊന്ന് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് കരുതിയതുകൊണ്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ തുടർന്നും വീഡിയോസൊക്കെ കാണണം. ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കുകയും വേണം. വീണ്ടും അടുത്ത വീഡിയോയുമായി 46ാമത്തെ ദശകത്തിലെ ബാക്കി 5 ശ്ലോകങ്ങളുമായി വരാം. അതുവരെ ഹരി ഓം.